കേരളത്തിന്റെ കുടിയേറ്റങ്ങൾ തുടങ്ങി ഇന്നോ ഇന്നലെ ഒന്നുമല്ല. നൂറ്റാണ്ടിനപ്പുറം ലോകം തേടി ഇറങ്ങിയവനാണ് മലയാളി. കാലം മാറുന്നു, രീതികളും രാജ്യങ്ങളും മാറുന്നു എന്നേ ഉള്ളൂ. ആ രാജ്യങ്ങളുടെ വിശാലമായ പട്ടികയിൽ പ്രാധാന്യത്തോടെ നിൽക്കുന്ന ഒരു മനോഹര രാജ്യമുണ്ട്, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ ഇമിഗ്രേഷൻ ലോയറും ഫ്ലൈ വേൾഡ് ഇമിഗ്രേഷൻ ലീഗൽ സർവീസ് ഡയറക്ടറുമായ ശ്രീമതി താര എസ് നമ്പൂതിരി നമുക്കൊപ്പം ചേരുന്നു. വെൽക്കം താരം. താങ്ക് യു. ഈ അടുത്ത കാലത്ത് വരെ ജോലി അന്വേഷിച്ച് പോകുന്നവരുടെ പട്ടികയിലോ അല്ലെങ്കിൽ പഠിക്കാൻ കോഴ്സുകൾ തേടുന്ന കുട്ടികളുടെ പട്ടികയിലോ ഓസ്ട്രേലിയ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു രാജ്യമല്ല. പക്ഷേ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുവരുന്നത് അതിന് പ്രാധാന്യം കൂടി വരുന്നുണ്ട്. എന്താകും അതിനുള്ളൊരു കാരണം? ഓസ്ട്രേലിയക്ക് പ്രാധാന്യം കൂടിയിരിക്കുന്നത് പോസ്റ്റ് കോവിഡ് ടൈമിലാണ്. പോസ്റ്റ് കോവിഡ് ഓസ്ട്രേലിയയിലേക്ക് ഒരുപാട് സ്കിൽഡ് പ്രൊഫഷണൽസിനെ ആവശ്യമുണ്ട്. ഓസ്ട്രേലിയൻ ബോർഡേഴ്സ് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ ഓസ്ട്രേലിയ ഒരുപാട് സ്കിൽഡ് പ്രൊഫഷണൽസിനെയാണ് ഓസ്ട്രേലിയയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. ഇത് എങ്ങനെ നമുക്കൊരു സ്കിൽഡ് പ്രൊഫഷണൽ ആകാം എന്നുള്ളതിൻ്റെ ഗൈഡ് ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സ് ഓസ്ട്രേലിയയിലെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ നിന്നുള്ള ഒക്യുപ്പേഷൻ, അതിനനുസരിച്ചുള്ള ബാക്കി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമ്പോഴാണ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓസ്ട്രേലിയയിലേക്ക് വരാനായി നമുക്ക് സ്റ്റുഡൻറ് വിസ മാത്രമല്ല, സ്കിൽഡ് മൈഗ്രേഷൻ കാറ്റഗറിയിൽ വളരെ അധികം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിലുള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈയിടെയായി നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ഓസ്ട്രേലിയയിലുണ്ട്. ഇപ്പോൾ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പോയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ഇന്ത്യൻ ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് അവസരങ്ങൾ കൂടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഓസ്ട്രേലിയ ഇന്ത്യയുമായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്തതിന് ശേഷം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യൻ നാഷണൽസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഏറ്റവും അടുത്തായി പറയാനുള്ളത് ഫെഡറൽ ബഡ്ജറ്റ്, ഓസ്ട്രേലിയൻ ഫെഡറൽ ബഡ്ജറ്റ് പുറത്താക്കിയപ്പോൾ ഒരുപാട് ഇന്ത്യൻ നാഷണൽസിന് കിട്ടാവുന്ന ബെനിഫിറ്റ്സ് ത്രൂ ഡിഫറെൻറ്റ് വിസ പ്രോഗ്രാംസ് ഓസ്ട്രേലിയ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം ഉള്ളത് മീറ്റ്സ് എന്ന് പറഞ്ഞൊരു വിസയാണ്. ഇതിൽ നമുക്ക് മൊബിലിറ്റി അറേഞ്ച്മെന്റ് ആണ് ഫോർ എയർലി പ്രൊഫഷണൽസ് ആണ് ഇത് കൊടുക്കുന്നത്. 18 to 30 years ആ ഏജിലുള്ള ചില ഏരിയയിൽ എക്സ്പെർട്ടീസ് ഉള്ള അല്ലെങ്കിൽ എക്സ്പെർട്ടീസ് എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഓസ്ട്രേലിയയിൽ ഒരു 2 വർഷം വന്ന് നിന്ന് പഠിക്കാനും അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യാനുമുള്ളൊരു അവസരമാണ് ഓസ്ട്രേലിയ കൊടുക്കുന്നത്. അത് ഇന്ത്യൻ നാഷണൽസിന് മാത്രമുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. 3000 പൊസിഷൻസ് ആണ് ഓസ്ട്രേലിയ പറഞ്ഞിരിക്കുന്നത്. ഒരു വർഷം 3000 പൊസിഷൻസ് ആണുള്ളത്. അത് നമുക്ക് 18 to 30 years ഓഫ് ഏജിലുള്ള അവർ പറയുന്ന ഏരിയയിലുള്ള എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം ഫ്രം നവംബർ 2024. എനിക്കൊന്ന് കോവിഡ് കഴിഞ്ഞ് പ്രത്യേകിച്ച് ഈ വർഷത്തൊക്കെ അവിടുത്തെ ടെക് സ്റ്റാർട്ടപ്പുകളിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും AI മേഖലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. മെഷീൻ ലേണിംഗ് പോലെയുള്ള സോഫിസ്റ്റിക്കേറ്റഡ് മേഖലകളിൽ വലിയ മുന്നേറ്റം ഉണ്ട്. അപ്പോൾ അതടക്കം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇനി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഓരോരോ വർഷങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾ മാറി മാറി വന്നേക്കാം. ഇനി വരുന്ന വർഷങ്ങളിൽ അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാവട്ടെ, ഇപ്പോൾ സ്റ്റുഡന്റ് വിസക്കാരാവട്ടെ, അതല്ലാതെ ജോലി തേടി പോകുന്നവരാവട്ടെ, ഏത് മേഖല സ്പെസിഫിക് ആയി ശ്രദ്ധിക്കണം എന്നാകും? അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് STEM മേഖലകളിലാണ്. അവിടെയും നമുക്ക് ഇന്ത്യൻ നാഷണൽസിന് ഒരു പ്രാധാന്യം ഓസ്ട്രേലിയ കൊടുത്തിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓസ്ട്രേലിയയിൽ ഒരു വിസയാണ്. വിസ നമ്മൾ സബ് ക്ലാസസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സബ് ക്ലാസ് 485, അതായത് സ്റ്റേ ബാക്ക് വിസ എന്ന് പറയും. ബാച്ചുലർ ഡിഗ്രി, STEM ബാച്ചുലർ ഡിഗ്രി ഇൻക്ലൂഡിങ് ICT പഠിക്കുന്ന ഇന്ത്യൻ നാഷണൽസിന് ഒരു വർഷം കൂടി എക്സ്ട്രാ നിൽക്കാനായിട്ട് ഓസ്ട്രേലിയ ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിലേക്ക് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ല, എടുക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ത് ഒക്യുപ്പേഷനിലേക്ക് എൻഡ് ചെയ്യുമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ പഠിക്കാനായിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കുന്ന കോഴ്സ് ഏത് ഒക്യുപ്പേഷനിലേക്കാണ് എന്നെ ലാൻഡ് ചെയ്യിക്കുന്നത് എന്നറിഞ്ഞതിന് ശേഷം മാത്രം കോഴ്സ് എടുത്താൽ അവിടെ വന്ന് പഠിച്ച് പെർമനന്റ് റെസിഡൻസി നേടാനായിട്ട് ഈസി ആയിരിക്കുന്നതാണ്. ഒന്നുകൂടി പ്രിസൈസ് പറഞ്ഞാൽ ഓസ്ട്രേലിയ അവിടെ ആവശ്യമുള്ള ഒക്യുപ്പേഷന് അവരുടെ ആവശ്യമുള്ള ജോലിക്കാർക്ക് ആവശ്യമായ ആളെ എടുക്കുന്നു. ഒന്നുകൂടെ ഒക്യുപ്പേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ ആണ് ഓസ്ട്രേലിയയിൽ സംഭവിക്കുന്നത് എന്ന് പറയാമല്ലേ? അതെ, ഒക്യുപ്പേഷൻ ബേസ്ഡ് ആയിട്ടുള്ള മൈഗ്രേഷൻ ആണ് ഓസ്ട്രേലിയയിൽ സംഭവിക്കുന്നത്. അതിനുള്ള ലെജിസ്ലേറ്റീവ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിക്ക് അതിനനുസരിച്ചുള്ള ഇൻവിറ്റേഷനും അതിനനുസരിച്ചുള്ള പെർമനന്റ് റെസിഡൻസി വിസാസും കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു കൂടുതൽ ഓസ്ട്രേലിയയിലേക്ക് മാത്രമല്ല കാനഡയിലേക്കായാലും കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ എനിക്കൊന്ന് പ്രധാനമായി ആഗ്രഹിക്കുന്ന പഠനത്തോടൊപ്പം ഒരുപക്ഷെ വലിയൊരു ശതമാനം പെർമനന്റ് PR എന്ന ലക്ഷ്യം അവർക്കുണ്ട്. ഓസ്ട്രേലിയയിൽ PR മീറ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് സഹായകരമാവുക? ഓസ്ട്രേലിയയിലേക്ക് പെർമനന്റ് റെസിഡൻസി അപ്ലൈ ചെയ്യാനായി നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ആകണമെന്നില്ല. നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നും ഓസ്ട്രേലിയയിലേക്ക് പെർമനന്റ് റെസിഡൻസി അപ്ലൈ ചെയ്യാനായി സാധിക്കും. ഇത് എങ്ങനെ സാധിക്കുന്നു? നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഒക്യുപ്പേഷനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒക്യുപ്പേഷൻ ഒരു ലിസ്റ്റ് ഓഫ് ഒക്യുപ്പേഷൻ, സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ലിസ്റ്റിൽ ഒരു മാറ്റം ഉടനെ വരുന്നുമുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിൽ നിന്നുള്ള ഒരു ഒക്യുപ്പേഷൻ നമുക്ക് കണ്ടുപിടിക്കുകയാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പം ഈ ലിസ്റ്റിലുള്ള കോമൺ ഒക്യുപ്പേഷൻസ് നമുക്ക് എഞ്ചിനീയേഴ്സ് ഉണ്ട്,
ഹെൽത്ത് പ്രൊഫഷണൽസ് ഉണ്ട്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഇൻക്ലൂഡിങ് രജിസ്റ്റേർഡ് നഴ്സസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ ഒരുപാട് ഡിമാൻഡുള്ളൊരു ഒക്യുപ്പേഷനാണ്. പിന്നീടുള്ളത് നമുക്ക് IT, യൂണിവേഴ്സിറ്റി ലെക്ചറേഴ്സ്, അങ്ങനെ ഒരുപാട് ഒക്യുപ്പേഷൻസ് ഈ ലിസ്റ്റിലുണ്ട്. ലിസ്റ്റിൽ നിന്നുള്ളൊരു ഒക്യുപ്പേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി ഈ ലിസ്റ്റിൽ നിന്നുള്ള ഒക്യുപ്പേഷൻ ഓസ്ട്രേലിയ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു സ്കിൽസ് അസസ്മെന്റ് ഉണ്ട്. അതെങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ? എങ്ങനെയാണ്? ഓരോ ടൈപ്പ് ഓഫ് ഒക്യുപ്പേഷൻസിന് ഓരോ ടൈപ്പ് ഓഫ് അതോറിറ്റിയാണ്. ഓരോ ടൈപ്പ് ഓഫ് അതോറിറ്റിക്ക് അവരുടേതായ റിക്വയർമെന്റ്സും ഉണ്ട്. ഇത് ദേ ആർ നോട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ്. അവർക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സുമായിട്ട് കണക്ഷൻ ഇല്ല. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു IT ഒക്യുപ്പേഷൻ ആണെങ്കിൽ ഓസ്ട്രേലിയൻ കമ്പ്യൂട്ടർ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു ഏജൻസിയാണ് ഇതിന് നമുക്ക് അസസ് ചെയ്യുക. അപ്പൊ അതിനുള്ള റിക്വയർമെന്റ്, ബേസിക് റിക്വയർമെന്റ് നമ്മൾ പുറത്തുനിന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ബേസിക് റെലവെന്റ് ക്വാളിഫിക്കേഷൻ പ്ലസ് 2 years ഓഫ് എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു IT പ്രൊഫഷണൽ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായി പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ, പെർമനന്റ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പഠിച്ചു കഴിഞ്ഞ് 2 വർഷത്തെ എക്സ്പീരിയൻസും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് പെർമനന്റ് ആയിട്ട് സ്കിൽഡ് മൈഗ്രേഷൻ വഴി മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ എഞ്ചിനീയേഴ്സ് ആകട്ടെ, എഞ്ചിനീയേഴ്സിന് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇംഗ്ലീഷ് റിക്വയർമെന്റ്സ് ഉണ്ട്. നമുക്കറിയാം IELTS, LLPT അതുപോലെയുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകൾ ഇരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് പാസ്സായി കഴിയുമ്പോൾ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായി ആപ്ലിക്കേഷൻ വയ്ക്കും. ഈ ആപ്ലിക്കേഷൻ വയ്ക്കുന്നതിനെ നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ചുരുക്കത്തിൽ EOI എന്നാണ് പറയുന്നത്. അപ്പം നമുക്കത് മനസ്സിലാവും, ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ പ്രൊഫൈല് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് അല്ലെങ്കിൽ അതുപോലുള്ള അതോറിറ്റീസിനെ കാണിക്കുകയാണ്. അപ്പോൾ അവരത് നോക്കിയിട്ട് ഡിപ്പെൻഡിങ് ഓൺ യുവർ എലിജിബിലിറ്റി വി നീഡ് ടു ബി ഇൻവൈറ്റഡ്. ആ അതോറിറ്റി നമ്മളെ ഇൻവൈറ്റ് ചെയ്യണം ടു അപ്ലൈ ഫോർ എ പർട്ടിക്കുലർ വിസ. ഈ വിസ കാറ്റഗറി നമുക്ക് 3 എണ്ണമുണ്ട്. സബ് ക്ലാസ് 189, 190 ആൻഡ് 491. ഈ 3 സബ് ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു സബ് ക്ലാസ്സിലേക്ക് അക്കോർഡിംഗ് ടു നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടുമ്പോഴാണ് നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഫ്ലൈവേൾഡ് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രസ്ഥാനം ദീർഘനാളെ അവിടെ വർക്ക് ചെയ്യുന്നതാണ്. മാഡം ഓസ്ട്രേലിയയിൽ ഒരുപാട് വർഷങ്ങൾ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സമീപിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധി എന്താണ്, അല്ലെങ്കിൽ അവർ പ്രധാനമായി ഉന്നയിക്കുന്ന സംശയങ്ങൾ എന്താണ്, അവർക്ക് ഉണ്ടാകാനുള്ള പ്രശ്നങ്ങൾ എന്താണ്? ഏറ്റവും കൂടുതൽ നമ്മുടെ ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ ലോയേഴ്സ്, ഫ്ലൈവേൾഡ് ഒരു ഇമിഗ്രേഷൻ ലോ ഫേമാണ്. ഫ്ലൈവേൾഡിനെ അപ്രോച്ച് ചെയ്യുന്ന കുട്ടികൾക്കുണ്ടാകുന്നത് അവർ ഓൾറെഡി മിസ്ലീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം ഒരു പുറത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് എനിക്ക് പഠിക്കാൻ പോവുക എന്നുള്ളതാണ്. അത് ഏത് ഏജിലാണ് എന്നുള്ളതല്ല. അപ്പം നമുക്ക് പുറത്തേക്ക് പെർമനന്റ് ആയിട്ട് പോകാൻ പഠിക്കാനുള്ള ഓപ്ഷൻ തന്നെ ആദ്യം എടുക്കണമെന്നില്ല. നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് വരുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാം പഠിക്കാനായി വളരെയധികം ചിലവുള്ളൊരു കാര്യമാണ്. കോഴ്സ് ഫീസ്, ലിവിങ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചിലവുണ്ട്. അതാണ് ഓപ്ഷൻ എങ്കിൽ ഓഫ് കോഴ്സ് അതിൽ നമുക്ക് പോകാം. ഇനി അതല്ല, നമുക്ക് സ്കിൽഡ് മൈഗ്രേഷൻ പോകാൻ പറ്റുമോ എന്ന് നോക്കുന്നത് വളരെ നല്ലതാണ്. പിന്നീട് വരുന്നത് എന്ത് ഒക്യുപ്പേഷൻ എന്നറിയാതെ കുട്ടികൾ വരുന്നുണ്ട്. അതായത് എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തു പോകണം, എന്ത് പഠിക്കണമെന്ന് അറിയില്ല. ഏത് രാജ്യത്തേക്ക് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും എന്താണ് പഠിക്കേണ്ടതെന്ന് ഫസ്റ്റ് ആ പഠിക്കേണ്ട ആൾ, ആ ആപ്ലിക്കന്റ് നോക്കി വെക്കണമെന്നാണ് പറയാനുള്ളത്. കാര്യം ഇതിൽ എന്താണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, ഇത് പഠിച്ചിറങ്ങിയാൽ എനിക്ക് എന്താകാം. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഫ്ലൈവേൾഡിൽ അവർക്ക് വേണ്ട എന്ത് ഗൈഡൻസ് ആണോ അവർക്ക് വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കുകയും. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഓസ്ട്രേലിയയിൽ അറൌണ്ട് ഒരു 43 യൂണിവേഴ്സിറ്റീസ് ആകെ ഉള്ളൂ. അപ്പോൾ ഈ സർവകലാശാലയിൽ ഏത് കോഴ്സ്, എത്ര വർഷം, എന്താണ് അതിന്റെ താങ്കൾ പറഞ്ഞ ജോബ് പൊട്ടൻഷ്യൽ എന്നതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പല കോഴ്സുകൾ പല റീജിയണിൽ എടുക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ട്. ചില റീജിയണൽ ഏരിയയിൽ പഠിച്ചാൽ നമുക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടുക, അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാ ഇൻഫർമേഷനും ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ. ആദ്യം പറഞ്ഞു ഒക്യുപ്പേഷൻ ലിസ്റ്റിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അത് ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോന്ന് അങ്ങനെ ഉണ്ടോ? അപ്പൊ ഞാൻ പറയുന്നത് ഓരോ സംസ്ഥാനങ്ങളിലെയും ഒക്യുപ്പേഷൻ പോസിബിലിറ്റി ഓരോന്നാണോ? തീർച്ചയായിട്ടും. ഒക്യുപ്പേഷൻ ലിസ്റ്റ് ഓരോ ജനറൽ ആയിട്ടൊരു ഒക്യുപ്പേഷൻ ഉണ്ട്. ഇറ്റ്സ് എ ഫെഡറൽ ആക്ട് ആണ്. അപ്പോൾ ജനറൽ ആയിട്ടൊരു ഒക്യുപ്പേഷൻ ലിസ്റ്റ് ആണുള്ളത്. ഈ ലിസ്റ്റിൽ നിന്നും കുറച്ച് ഒക്യുപ്പേഷൻ ആണ് ഓരോ സ്റ്റേറ്റ്സും എടുക്കുന്നത്. അപ്പോൾ 6 സ്റ്റേറ്റ്സും 2 ടെറിട്ടറീസും ഉണ്ട് ഓസ്ട്രേലിയയിൽ. അപ്പം സ്റ്റേറ്റ് ഓഫ് വിക്ടോറിയയ്ക്ക് വേണ്ട ഒക്യുപ്പേഷൻസ് വിക്ടോറിയ എടുക്കുകയും അതിൽ വിക്ടോറിയയ്ക്കുള്ള ഇൻവിറ്റേഷൻസ് കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഈ ഒരു വളരെ അടുത്തായി ഇങ്ങനെ വിക്ടോറിയയ്ക്ക് ഇങ്ങനെ ഒരു ഒക്യുപ്പേഷൻ ലിസ്റ്റ് ആയിട്ടില്ല. ഫെഡറൽ ഗവൺമെന്റ് തന്നിട്ടുള്ള ലിസ്റ്റിൽ നിന്നുമുള്ള ഒക്യുപ്പേഷനാണ് വിക്ടോറിയ എടുക്കുന്നത്. എന്നാൽ ന്യൂ സൗത്ത് വെയിൽസ് അങ്ങനെയല്ല. ന്യൂ സൗത്ത് വെയിൽസിന് അതിനായിട്ടൊരു ഒക്യുപ്പേഷൻ ലിസ്റ്റ് ഉണ്ട്. ഈ സ്റ്റേറ്റ് നോമിനേറ്റഡ് വിസാസ് എന്ന് പറയുന്ന സബ് ക്ലാസ് 190 ആണ്. അത് ഇൻഡിപെൻഡന്റ് വിസയല്ല, സ്റ്റേറ്റ് നോമിനേറ്റഡ്, സ്റ്റേറ്റ് അസിസ്റ്റഡ് വിസയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷം ആ സ്റ്റേറ്റിൽ നിൽക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഓസ്ട്രേലിയക്ക് മാത്രമല്ല, എല്ലാ വിദേശ രാജ്യങ്ങളിലും ഇമിഗ്രേഷന്റെയും കൂടെ സംഭവിക്കുന്ന ഒന്നാണ് ഈ തട്ടിപ്പ് എന്ന് പറയുന്ന സംഗതി. അതിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന കുട്ടികളെ അവരെന്തൊക്കെയാണ് ആ തട്ടിപ്പിൽ പെട്ടുപോകാതിരിക്കാൻ എടുക്കേണ്ട മുൻകരുതൽ എന്താണ് പ്രധാനം? ഏറ്റവും കൂടുതൽ തട്ടിപ്പ് കാണുന്നത് ജോലിയിലാണ്. ജോബ് ഓഫർ കിട്ടി, നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ ഒരു ജോബ് ഓഫറുമായി വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ജോലി തരാം,
എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇതൊരു ഓഫറാണ്, നിങ്ങൾ ആദ്യം ഒരു ഇത്ര എമൗണ്ട് അടയ്ക്കൂ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാം വിസ തരാം, ആപ്പിൾ പിക്കിങ്ങിന്, ഫ്രൂട്ട് പിക്കിങ്ങിന് നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു പോകുന്ന വിസകളുണ്ട്. ഓസ്ട്രേലിയയിൽ ഒരു എംപ്ലോയറിന് പുറത്തുനിന്ന് ഒരാളെ എംപ്ലോയ് ചെയ്യണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. അതിൽ ഫസ്റ്റ് തിങ് നമ്മൾ കാണേണ്ടത്, ഒരു എംപ്ലോയർക്കും ആപ്ലിക്കന്റിനോട് പണം വാങ്ങാൻ സാധിക്കില്ല, നിയമപ്രകാരം കഴിയില്ല. ഇനി എംപ്ലോയർ കൊടുക്കേണ്ട ആപ്ലിക്കേഷൻസ് ഉണ്ട്, ആ ആപ്ലിക്കേഷൻസിന്റെ ഫീസ് എംപ്ലോയർ തന്നെ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും ആദ്യം പണം ചോദിക്കുന്ന, ആദ്യം ഡെപ്പോസിറ്റ് ചോദിക്കുന്ന, ഇത്ര പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വിസ തരാം എന്ന് പറയുന്ന കമ്പനികളിലേക്ക് പോകാതിരിക്കും. അതൊരു ഫെയർ ഓഫറോ അല്ലെ അതൊരു കറക്റ്റ് ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഓഫറോ ആയിരിക്കണം എന്നില്ല. പിന്നീട് ഞങ്ങൾ തട്ടിപ്പ് കാണുന്നത് എന്ത് കോഴ്സ് പഠിക്കണമെന്നുള്ള കൃത്യമായ ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് എടുത്ത് വിടുക, പെർമനന്റ് റെസിഡൻസി ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത കോഴ്സുകൾ എടുത്ത് വിടുക, ആൾക്ക് മനസ്സിലാകാത്ത കോഴ്സുകൾ എടുത്ത് വിടുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അതിനൊരു തട്ടിപ്പ് എന്നുള്ള രീതിയിലല്ല, ആ കുട്ടിയുടെ ഭാവി, അതിന്റെ ഫ്യൂച്ചർ എങ്ങനെ പോകുന്നു എന്നുള്ളത് ഈ ഏജൻസിക്ക് ലാഭകരമാവുന്ന എന്താണോ അത് അവരെ അടിച്ചേൽപ്പിക്കുക എന്നൊരു രീതി. തീർച്ചയായിട്ടും ഏത് യൂണിവേഴ്സിറ്റിയാണോ കൂടുതൽ കമ്മീഷൻ കൊടുക്കുന്നത് അവിടുത്തെ കോഴ്സുകൾ എടുക്കുക എന്നുള്ളത്. സർവകലാശാല പബ്ലിക് മേഖലയിൽ തന്നെയാണ് കൂടുതൽ, പബ്ലിക് മേഖലകളിലാണ് കൂടുതൽ. അതിന്റെ ഒരു ഗുണം എന്താണ്, അതിന്റെ ഒരു ദോഷം എന്താണ്? അങ്ങനെയില്ല. നമുക്ക് സർവകലാശാലകളെല്ലാം തന്നെ ക്രൈക്കോസ് രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞ ഒരു രജിസ്റ്റേർഡ് സർവകലാശാലകളിലേക്ക് മാത്രമേ നമുക്ക് പുറത്തുനിന്ന് പഠിക്കാനായിട്ട് പോകാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഓരോ യൂണിവേഴ്സിറ്റിക്കും അതിൻ്റെതായ റിക്വയർമെന്റ്സും അതിൻ്റെതായ റൂൾസും ഉണ്ട്. ഇപ്പം നമ്മൾ വിക്ടോറിയ എടുക്കുവാണെങ്കിൽ മെൽബൺ യൂണിവേഴ്സിറ്റി വളരെ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള രീതിയിലുള്ള പഠന രീതികളും അതിനനുസരിച്ചുള്ള കാര്യങ്ങളുമാണ് പഠിക്കുന്നത്. എന്നാൽ നമ്മൾ മൊനാഷ് യൂണിവേഴ്സിറ്റി എടുക്കുക, അതും മെൽബണിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ റിക്വയർമെന്റ്സും ആ യൂണിവേഴ്സിറ്റിയുടെ ഉദ്ദേശവും കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പോൾ അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റിക്കും അതിൻ്റെതായ റൂൾസും റിക്വയർമെന്റ്സും ഉണ്ട്. എങ്ങനെയാണ് ഓസ്ട്രേലിയയിലേക്ക് ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് ബസ്സിൽ വരുന്ന കുട്ടിയുടെ ചെലവ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് എങ്ങനെയാണ്? അവരുടെ ലിവിംഗ് കോസ്റ്റ് എക്സ്പെൻസ് എങ്ങനെയാണ്? കൂടുതലാണ്. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഓസ്ട്രേലിയയിലേക്ക് പഠിക്കാൻ വരാനുള്ള ചെലവുകൾ കൂടുതലാണ്. ഈയിടെയായി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെ ഓപ്പർച്യൂണിറ്റീസ്, ഓസ്ട്രേലിയ ഹോം കൺട്രി ആക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പഠിക്കുന്നതിനുള്ള വേൾഡ്സ് നമ്പർ 1 ഫസ്റ്റ് ക്ലാസ് എഡ്യൂക്കേഷനാണ് ഓസ്ട്രേലിയയിലുള്ളത്. ഓസ്ട്രേലിയയിൽ വന്നിട്ട് ആൾക്കാർ തിരിച്ചു പോകുന്നില്ല. അപ്പം ഓസ്ട്രേലിയയിലേക്ക് പഠിക്കാൻ വരിക എന്ന് വെച്ചാൽ ദാറ്റ്സ് എ ബിഗ് തിങ്. അവിടെ വന്നു കഴിഞ്ഞാൽ, അത് പഠിച്ചു കഴിഞ്ഞാൽ, പെർമനന്റ് റെസിഡൻസി എടുത്താൽ ആ ഒരാളിന്റെ ലൈഫ് സെറ്റായി എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഉറപ്പായും അവർക്ക് പാർട്ട് ടൈം ജോലികൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേ കുട്ടികൾ വരികയാണെങ്കിൽ അവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ അവർക്ക് പാർട്ട് ടൈം ജോലി ഉറപ്പായി ചെയ്യേണ്ടി വരും. അതിന്റെ പോസിബിലിറ്റി, അതിന്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി സർവീസ് മേഖലകളിലാണ്, ഏജ് കെയർസിലാണ്. ഓസ്ട്രേലിയൻ പോപ്പുലേഷൻ ഏജ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദ വൺ ഹൂ ഇസ് ഓൾറെഡി ദെയർ, അത് ഏജ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏജ്ഡ് കെയർ മേഖലകളിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഇതിലേക്ക് നമ്മൾ എലിജിബിൾ ആകാനായി വെറും ഒരു സർട്ടിഫിക്കറ്റ് 3 കോഴ്സ് ചെയ്താൽ മതി. സർട്ടിഫിക്കറ്റ് 3 ഇൻ ഇൻഡിവിജ്വൽ സപ്പോർട്ട്. അതിന് ഏറ്റവും മിനിമം ആയിട്ടൊരു 3 months എടുക്കുന്നുള്ളൂ. അവിടെ വന്ന് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നും ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസിസ്റ്റന്റ് ഇൻ നഴ്സിംഗ്, അല്ലെങ്കിൽ PCA പേഴ്സണൽ കെയർ അസിസ്റ്റന്റ്, അങ്ങനെയൊക്കെ ഉള്ള ഓക്യുപ്പേഷൻസിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് അല്ലാതെ മറ്റു പല പല ജോലികളും ചെയ്യുന്ന ആൾക്കാരെ പല സൂപ്പർ മാർക്കറ്റുകളിലും ചെക്ക്ഔട്ട് പോയിന്റ്സിലൊക്കെ നിൽക്കുന്നതായിട്ട്, അങ്ങനെ ഒരു 24 hours പെർ വീക്കാണ് വർക്ക് റൈറ്റ്സ് ഉള്ളത്. 40-ൽ പരം സർവകലാശാല ഉള്ളൂ എന്ന് പറയുമ്പോൾ പോലും ഞാൻ മനസ്സിലാക്കിയത് അത് ലോകത്തിലെ തന്നെ ടോപ്പ് 500, ടോപ്പ് 50-ലൊക്കെ വരുന്ന സർവകലാശാല അവിടെ ഉണ്ട്. അത് ഹെക്ടർ കണക്കിന് വരുന്ന വിശാലമായ ക്യാമ്പസുകളാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ പാർട്ട് ടൈം ജോബൊക്കെ സർവകലാശാലകളിൽ തന്നെ ഒരുപക്ഷെ അവർക്ക് മീറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സംവിധാനം ഉണ്ട്. തീർച്ചയായിട്ടും ലേണിംഗ് എയ്ഡ് എന്ന് പറഞ്ഞൊരു, അല്ലെ ടീച്ചേഴ്സ് എയ്ഡ് എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ ഉണ്ട് സർവകലാശാലകൾ. അതായത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള, ഡിസേബിൾഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് നോട്ട്സ് എഴുതി കൊടുക്കുക. അങ്ങനെ ഒരുപാട് പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് യൂണിവേഴ്സിറ്റികളിൽ തന്നെയുണ്ട്. അതിലെ പേ എങ്ങനെയായിരിക്കും? വളരെ ഹൈ ആണ്. നമുക്ക് ഒരു നാഷണൽ മിനിമം വേജ് ഉണ്ട്. അത് ഓരോ വർഷവും അത് മാറിക്കൊണ്ടിരിക്കും. ഓസ്ട്രേലിയയിൽ ജീവിക്കാനുള്ള പേയ്മെന്റ് സ്റ്റുഡൻസിന് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ ഓസ്ട്രേലിയയിലെ എക്സ്പെൻസ്, ജീവിത ചെലവ് കൂടുതലാണെന്ന് പറയുമ്പോൾ തന്നെ അത്തരത്തിൽ കിട്ടുന്ന ഇങ്ങോട്ടുള്ള വരുമാനവും എന്ന രീതിയിൽ താങ്കൾ ഏജ് കെയറിന്റെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഓസ്ട്രേലിയ മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ മൊത്തം അങ്ങനെ ഏജ്ഡ് ആവുന്ന ഒരു. അപ്പോൾ ഈ പറഞ്ഞ ജെറിയാട്രിക്സ് പോലെ, അല്ലെങ്കിൽ ക്രോണിക് ഡിസീസ് മാനേജ്മെന്റ് കോഴ്സ്, അത്തരം കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായി ഹെൽത്ത് കെയർ മേഖലകളിൽ എല്ലാ രാജ്യങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും ആംബിൾ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിലേക്കുള്ള ഒരു വഴി, ഒരു പാത്ത് തുറക്കൽ എങ്ങനെയാകും കുട്ടികൾക്ക്? നമുക്ക് സയൻസ് ആണ് ബാക്ക്ഗ്രൗണ്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇംഗ്ലീഷ് റിക്വയർമെന്റ് ഉണ്ട്. എനി ഹെൽത്ത്
കെയർ ഒക്യുപ്പേഷൻസിന് നല്ല ഇംഗ്ലീഷ് റിക്വയർമെൻ്റ് ഉണ്ട്. അതിൻ്റെ റാഷണേലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓസ്ട്രേലിയൻസുമായിട്ട് നമ്മൾ സഹകരിക്കുമ്പോൾ നമുക്ക് ആ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. എസ്പെഷ്യലി രജിസ്റ്റേർഡ് നേഴ്സൊക്കെ ആണെങ്കിൽ ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് ഷുഡ് വർക്ക്. അപ്പോൾ അത് നമുക്ക് ഒരു 7 on each band of English IELTSൻ്റെ അല്ലെങ്കിൽ PTE ആണെങ്കിൽ നമുക്ക് 65 അതുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് തരത്തിലുള്ള കോഴ്സാണ്, നമുക്കിപ്പോൾ നഴ്സിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ ഒരുപാട് ഡിഗ്രീസ് ഉണ്ട്. നമുക്ക് മൈക്രോബയോളജി പഠിക്കാം, ബയോടെക്നോളജി, അങ്ങനെ പല പല ഒക്യുപ്പേഷൻസ് ഉണ്ട്, ഫാർമസി, അങ്ങനെ ഒരുപാട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഡിഗ്രീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർമനന്റ് റെസിഡൻസിക്കുള്ള ചാൻസസ് ആർ വെരി ഹൈ. ഇംഗ്ലീഷ് നമ്മൾ എത്ര നമ്മുടെ കുട്ടി നന്നായി എഴുതും, പക്ഷെ പലപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കലൊക്കെ ഒരു കിറാമുട്ടി ആവാറുണ്ട്. അപ്പം ഞാൻ കാനഡ കൂടെ പറഞ്ഞ കൂടുതൽ കുട്ടികൾ അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നതുകൊണ്ടാണ്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് എങ്ങനെയാണ് ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ അവർ ഇംഗ്ലീഷ് പ്രാവീണ്യം എത്രത്തോളം വേണം, എങ്ങനെയാണ് അതിന്റെ സ്കെയിൽ എങ്ങനെയാണ്? എന്ത് കോഴ്സാണോ എടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഏത് വിസയ്ക്കാണോ അപ്ലൈ ചെയ്യുന്നതനുസരിച്ചാണ് ഇംഗ്ലീഷ് റിക്വയർമെൻ്റ് ഉള്ളത്. ഇതിന് ഒക്യുപ്പേഷൻ വരെ അനുസരിച്ച് ഇംഗ്ലീഷ് റിക്വയർമെൻ്റ് ഉണ്ട്. നമ്മളൊരു അക്കൗണ്ടൻ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ 7 on each band മസ്റ്റാണ്. നമ്മളൊരു ടീച്ചറായിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഹൈ ഇംഗ്ലീഷ് വേണം. അതിൽ 2 ബാൻഡിന് 8 വേണം ടീച്ചേഴ്സ് ആണെങ്കിൽ. അപ്പം ഒക്യുപ്പേഷൻസ് അനുസരിച്ചാണ് ഇവർ ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് വന്നിരിക്കുന്നത്. പല ടൈപ്പ് ഓഫ് വിസയ്ക്ക് പല റിക്വയർമെൻ്റ് ആണ്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ആണെങ്കിൽ മിനിമം 6 നമുക്ക് എന്താണെങ്കിലും വേണം, ഇല്ലെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് വരാനായിട്ട് സാധിക്കില്ല. ഓസ്ട്രേലിയയിൽ സർവൈവ് ചെയ്യാനായി വേണ്ട അവരുടെ ഒക്യുപ്പേഷൻ അനുസരിച്ചുള്ള ഇംഗ്ലീഷ് ലെവൽ ഇല്ലാതെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ആ ഒക്യുപ്പേഷൻ ലിസ്റ്റ് പ്രകാരം ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഫ്ലൈ വേൾഡ് റെക്കമെൻഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാവും? ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് നഴ്സിംഗ് കോഴ്സസ് ആണ്. പിന്നെ നമുക്ക് സോഷ്യൽ വർക്ക് പഠിക്കാനായിട്ട് സാധിക്കും, ടീച്ചിങ് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും, IT, എൻജിനീയറിംഗ്, ഈ കോഴ്സസ് പഠിക്കാനായിട്ട് സാധിക്കും. എന്താണോ ബാക്ക്ഗ്രൗണ്ട് അതിനനുസരിച്ചാണ് പഠനം നോക്കേണ്ടത്. നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടിലാണോ നമുക്ക് ഇതുവരെ പഠിച്ചത് അതിനനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് നോക്കിയിട്ട് വേണം അടുത്ത ലെവലിൽ പഠിക്കാനായിട്ട് പോകേണ്ടത്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ ഒക്യുപ്പേഷൻ എന്താണ് സ്റ്റുഡൻറ്റിന് ആകേണ്ടത്, അതിലെന്തിലാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് നോക്കിയിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ജോലി അന്വേഷിച്ച് വരുന്നവരാണെങ്കിൽ തന്നെ ഒരുപക്ഷെ പെട്ടെന്നൊരു ഹൈ പ്രൊഫൈൽ ജോലിയിലേക്ക് എത്തണമെന്നില്ല എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ തുടങ്ങി ഉറപ്പായും അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ ലൈറ്റ് ഉണ്ടെന്ന് പറയും മട്ടിൽ എത്തിപ്പെടാം. പക്ഷെ അതിനുള്ളൊരു സ്ട്രഗിൾ എല്ലായിടത്തും പോലെ ഓസ്ട്രേലിയയിലും സ്വാഭാവികം ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് എൻട്രി ലെവൽ ജോബിലേക്ക്, അതായത് ലോക്കൽ എക്സ്പീരിയൻസ് ഇല്ലാതെയാണല്ലോ ഓസ്ട്രേലിയയിലേക്ക് വരുന്നത്. അപ്പോൾ എൻട്രി ലെവൽ ജോബിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ എൻട്രി ലെവൽ ജോബിൽ നമ്മൾ ഒരുപാട് കാലമല്ല, നമുക്കൊരു 6 months എക്സ്പീരിയൻസ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അടുത്ത ലെവലിലോട്ട് പോകാനുള്ള ഓസ്ട്രേലിയയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഒക്യുപ്പേഷൻസ് വന്നിരിക്കുന്നത്. ഈ ഒക്യുപ്പേഷൻസിലെല്ലാം ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേക്കൻ്റ് ആയതുകൊണ്ടാണ് ആ ഒരു ലിസ്റ്റ് ഓഫ് ഒക്യുപ്പേഷൻസ് അങ്ങനെയാണ് ആ ലിസ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോബ് കിട്ടുക എന്നുള്ളത് വളരെയധികം ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ചൂസ് ചെയ്യല്ല, നമുക്ക് എൻട്രി ലെവൽ പൊസിഷനിൽ വിൽ സ്റ്റാർട്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹൈ പ്രൊഫഷണൽ ഹൈ രീതിയിൽ പോയിട്ടുള്ള ആൾക്കാരെ നമുക്കറിയാം. എന്ന് പറഞ്ഞാലോ കേരളത്തിന് അത്രയും ജനസംഖ്യ ഓസ്ട്രേലിയ യഥാർത്ഥത്തിൽ ഇല്ല, എന്നാൽ വലിയ രാഷ്ട്രമാണ്. കറക്റ്റ്. അപ്പോൾ ഉറപ്പായും ഇനി വരും വർഷങ്ങളിലും അതിന്റെ ജോബ് പൊട്ടൻഷ്യൽ കൂടുന്നതല്ലാതെ കുറയാൻ ഒരിക്കലുമില്ല. ഓസ്ട്രേലിയക്ക് ഒരുപാട് ആൾക്കാരെ ആവശ്യമുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്, ഒരു പരമമായ സത്യമാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് കോഴ്സ് പഠിച്ചാൽ എനിക്ക് വരാം, അല്ലെങ്കിൽ ഞാൻ എന്ത് എക്സ്പീരിയൻസ്, ചില സാഹചര്യങ്ങളിൽ എക്സ്പീരിയൻസ് ആണ്. നമുക്കിപ്പോൾ IT ആണെങ്കിൽ IT എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ എന്ത് എക്സ്പീരിയൻസ് എനിക്ക് വേണം. IT എന്ന് പറയുന്നതിന് വളരെ ബ്രോഡാണ്, നമുക്കറിയാം. അപ്പോൾ എന്തിലേക്ക് പോകണം, ബിസിനസ് അനലിസ്റ്റ് ആവണോ, ഡെവലപ്പർ ആകണോ, അല്ലെങ്കിൽ സിസ്റ്റംസ് അനലിസ്റ്റ് ആകണോ, അപ്പോൾ അതിലേക്കുള്ള എക്സ്പീരിയൻസ് എന്ത് വേണം, അങ്ങനെ നോക്കി അതിലേക്ക് പ്രിപ്പറേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയക്ക് ആൾക്കാരെ ആവശ്യമുണ്ട്. അതിലേക്ക് വരും വർഷങ്ങളിൽ കൃത്യമായി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഓസ്ട്രേലിയയിൽ എത്താൻ സാധിക്കും. ഒന്നുകൂടി സ്പെസിഫിക് ആയി ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം അവിടുത്തെ ഒക്യുപ്പേഷൻ ലിസ്റ്റ് വെച്ച് താങ്കൾ ഈ പറയുന്ന ഇപ്പൊ IT എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പല പല ബ്രാഞ്ചുകളുണ്ട്. ഏത് ബ്രാഞ്ചിൽ ഏത് എക്സ്പീരിയൻസ് എവിടെ നിന്ന് നേടാൻ കഴിയും എന്നൊരു കുട്ടിക്ക് ഫ്ലൈ വേൾഡിന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ കഴിയും? തീർച്ചയായിട്ടും ഏത് ബ്രാഞ്ചിൽ എങ്ങനെ പഠിക്കണം, എന്ത് ജോബ് ഡ്യൂട്ടീസ് അവർ പെർഫോം ചെയ്യണം, എന്നാൽ അവരെ നമുക്ക് ആ ഒരു പ്രൊഫഷണലായിട്ട് കാറ്റഗറൈസ് ചെയ്യാം എന്നുള്ള കൃത്യമായ ഇൻഫർമേഷൻ ഫ്ലൈ വേൾഡിന് കൊടുക്കാൻ സാധിക്കും. ഈ അടുത്താണ് ഓസ്ട്രേലിയൻ ആരോഗ്യമന്ത്രി കേരളത്തിലേക്ക് വരികയും നമ്മുടെ ആരോഗ്യമന്ത്രിയും നമ്മുടെ സർക്കാർ സംവിധാനവുമായി ചർച്ച നടത്തുകയും എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടായ തീരുമാനം കേരളത്തിലെയും ഓസ്ട്രേലിയയിലെയും ഉദ്യോഗസ്ഥ പ്രതിനിധികൾ ചേർന്ന് ഒരു സെല്ലുണ്ടാക്കാൻ തീരുമാനമൊക്കെയാണ്. എനിക്ക് തോന്നുന്നു അത് കൂടി വരുന്ന ഇന്ത്യയും ഓസ്ട്രേലിയയും നമ്മുടെ സഹകരണത്തിൽ കൂടി വരുന്ന ഒരു ജോബ് പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന തീരുമാനം നീക്കങ്ങളാണെന്ന് തോന്നുന്നു. ഇന്ത്യൻ നാഷണൽസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനിയും വരികയാണ്. ഈ FTA വന്നിട്ട് അധികമായിട്ടില്ല, അതിലെ പല കാര്യങ്ങളും പ്രാക്ടിക്കലായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 24-25 നമ്മൾ ഇന്ത്യൻ നാഷണൽസിന് ഒരു ഹ്യൂജ് പൊട്ടൻഷ്യലാണ് ഓസ്ട്രേലിയയിൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം
കാനഡയിലേക്ക് ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട്, ജർമ്മനിയിലേക്ക് പോകുന്നുണ്ട്, അസർബൈജാൻ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്നൊക്കെ ഓസ്ട്രേലിയയിലേക്കുള്ള മൈഗ്രേഷൻ വ്യത്യസ്തമാവുന്നത് എങ്ങനെയാണ്? ഓസ്ട്രേലിയയിലേക്കുള്ള മൈഗ്രേഷനിൽ നമുക്ക് ഓസ്ട്രേലിയയിൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സ്റ്റേ ദെയർ ആസ് ദെയർ ഹോം കൺട്രി എന്നുള്ളതാണ്. നമുക്കറിയാം കൺട്രീസ് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഒരു കൺട്രിയെ വേറൊരു കൺട്രിയുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുകയല്ല. ഓസ്ട്രേലിയയിൽ നമുക്കൊരു പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്ലൈമാറ്റിക് ഒരു എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻ ഇല്ല. ഓസ്ട്രേലിയയിൽ നമുക്കിപ്പോൾ കേരളത്തിൽ താമസിക്കുന്നത് പോലെ നമുക്ക് ബ്രിസ്ബെയിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കാം. കേരളത്തിന്റെ അന്തരീക്ഷമാണ് എല്ലാം സെമി ട്രോപ്പിക്കലാണ്. നമുക്ക് അല്ലെ കുറച്ച് തണുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് വിക്ടോറിയ. അപ്പം നമുക്ക് ഒരു ജീവിതത്തിൽ നമുക്ക് കരിയർ മാത്രം പോരല്ലോ, ഒരു വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് വേണം. നമുക്ക് നമ്മളെ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്ന കൺട്രി ആകണം. നമുക്കൊരു എക്സ്ട്രീം ക്ലൈമറ്റിക് കണ്ടീഷൻ ആണെങ്കിൽ ഒരു പ്രായം എത്തുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നു. പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് ആണെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നു. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ എന്തുകൊണ്ടും നമ്മൾ നോക്കുമ്പം ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്പർ 1 ഓപ്പർച്യൂണിറ്റി നമ്പർ 1 പൊസിഷൻ ആൾക്കാർ കൊടുക്കുന്നത് ബിക്കോസ് ഓഫ് ദീസ് റീസൺ. എനിക്ക് തോന്നുന്നു ഇപ്പം കാനഡയിൽ നിന്നൊക്കെ പോയിട്ടുള്ള ആളുകൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഉണ്ട് എന്നും തോന്നുന്നു മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും. ഏറ്റവും കൂടുതൽ UK നിന്നുള്ള ആൾക്കാരാണ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഫ്ലൈ വേൾഡിന്റെ UK ബ്രാഞ്ചിൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ രജിസ്റ്റേർഡ് നഴ്സസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രജിസ്റ്റേർഡ് നഴ്സസ് ആണ് UK നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. മറ്റുള്ള കൺട്രീസിൽ നിന്ന് ഒരുപാട് വെസ്റ്റേൺ കൺട്രീസിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് ഒരുപാട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നു. അവിടുത്തെ ഒരു ഓസ്ട്രേലിയ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകൾ എന്താണ്, എങ്ങനെയാണ് നമുക്ക് സഹായകരമാവുക? അവിടെ ഒരുപാട് ഫാമിലി ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. ഫാമിലി ടാക്സ് ബെനിഫിറ്റ്സിന് തന്നെ പല ഫാമിലി ടാക്സ് ബെനിഫിറ്റ്സ് ബെനിഫിറ്റ് B ഉണ്ട്. ജോലി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഏജ് പെൻഷൻ ഉണ്ട്. ആഫ്റ്റർ സർട്ടൻ ഏജ് നമുക്ക് ഏജ് പെൻഷൻ ഉണ്ട്. അപ്പം സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ആർ plenty. There are plenty of opportunity, plenty of social security benefits there. അപ്പം നമ്മൾ ഏത് കാറ്റഗറിയിലാണ് അക്കോർഡിംഗ് ടു അത് ചിലത് ഇൻകം ടെസ്റ്റഡ് ആണ്. അപ്പം നമുക്ക് എത്രയാണ് ഇൻകം കിട്ടുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും. അപ്പം അങ്ങനെ പല സ്കീമുകളിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് അതുപോലെ മെഡിക്കെയർ, അതായത് മെഡിക്കൽ എക്സ്പെൻസസ് നമുക്ക് വൺസ് യു ആർ എ പെർമനന്റ് റെസിഡന്റ് മെഡിക്കെയർ എന്ന് പറഞ്ഞ സ്കീമാണ് നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസ് എല്ലാം കവർ ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടും നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്. 9 to 5 ആണെങ്കിൽ 9 to 5 ആണ് ജോബ്, അതിൽ കൂടുതലില്ല. അപ്പം നമുക്കൊരു നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസും നല്ലൊരു ഹെൽത്ത് കെയറും അങ്ങനെ എല്ലാം തന്നെ ഓസ്ട്രേലിയയിൽ അവൈലബിൾ ആണ്. മാഡം തുടക്കത്തിൽ പറഞ്ഞ കൂടുതൽ റിന്യൂവബിൾ എനർജിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഓസ്ട്രേലിയയെ പറ്റി നമ്മൾ നോക്കുമ്പോഴൊക്കെ ആ ഒരു മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രീൻ എനർജി, ഹരിതോർജ്ജം എന്നൊക്കെ പറയുന്നതിൽ കൂടുതൽ എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഓസ്ട്രേലിയ അങ്ങനെ മുഴങ്ങി കേൾക്കുന്നത്? എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും റിന്യൂവബിൾ എനർജി എന്ന് പറയുന്ന ഒരു ടാർഗറ്റഡ് സെക്ടറായിട്ടാണ് ഓസ്ട്രേലിയ കണ്ടിരിക്കുന്നത്. അതിൽ നിന്നും എങ്ങനെ ഓസ്ട്രേലിയയുടെ എക്കണോമിക് ഡെവലപ്മെന്റ് ആണ് ഓസ്ട്രേലിയ നോക്കുന്നത്. അപ്പോൾ ഇതിൽ GTI എന്ന് പറഞ്ഞൊരു വിസ കാറ്റഗറി ഉണ്ട്. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഗ്ലോബൽ ഇൻഡിപെൻഡന്റ് ടാലന്റ് വിസ. അതിനൊരു ചേഞ്ച് ഇപ്പോൾ ഉടനെ വരുന്നുണ്ട്. എന്നാലും GTI വിസ കാറ്റഗറിയിൽ ഹൈലി സ്കിൽഡ് പ്രൊഫഷണൽസ് ഇൻ ടാർഗറ്റഡ് സെക്ടേഴ്സ് ആൻഡ് വൺ ഓഫ് ദ ടാർഗറ്റഡ് സെക്ടേഴ്സ് ഈസ് റിന്യൂവബിൾ എനർജി. അപ്പോൾ ഇതിൽ ബാക്കിയുണ്ട് സൈബർ സെക്യൂരിറ്റി ഉണ്ട്, ഫിൻടെക് ഉണ്ട്, അങ്ങനെ കുറെ ഓക്യുപ്പേഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഏജ് ലിമിറ്റും ഇല്ല. നമുക്ക് സ്കിൽഡ് മൈഗ്രേഷന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ഏജ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഈ GTI ഓക്യുപ്പേഷന് നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ല. ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ ഓസ്ട്രേലിയ ഈ ഒരു ഏരിയയിലേക്ക് ക്ഷണിക്കുകയും അവിടെ നമുക്ക് ഡയറക്റ്റ് പെർമനന്റ് റെസിഡൻസിയാണ് വിത്തൗട്ട് മീറ്റിംഗ് എനി അതർ റിക്വയർമെന്റ്സ്. അപ്പോൾ ഒരു പോയിന്റ് ടെസ്റ്റോ ഒന്നുമില്ല. നമുക്ക് ഫങ്ഷണൽ ഇംഗ്ലീഷ് കാണിക്കുക. യു നീഡ് ടു ബി ഹൈലി സ്കിൽഡ് പ്രൊഫഷണൽ ഇൻ എ പർട്ടിക്കുലർ ഏരിയ ആൻഡ് യു ഷുഡ് ഷോ ദാറ്റ് യു ഹാവ് എ പൊട്ടൻഷ്യൽ ടു ഗെറ്റ് ദ ഹൈ ഇൻകം ത്രഷോൾഡ്. ഈ ഒരു വർഷത്തെ ഹൈ ഇൻകം ത്രഷോൾഡ് 167,000 ആണ്. നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ ഫ്രം 1st July അത് മാറുന്നതാണ്. ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള മേഖലകൾ നമ്മുടെ പരമ്പരാഗത എഞ്ചിനീയറിംഗ്, നഴ്സിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ, ഡോക്ടർ എന്ന് പറയുന്ന ബ്രാഞ്ചുകളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നതാണ്. അത്തരത്തിൽ ഇത് യഥാർത്ഥത്തിൽ ഈ താങ്കൾ ഈ പറഞ്ഞ വിവരങ്ങൾ ഉദ്യോഗാർത്ഥികളിലേക്കും അല്ലെങ്കിൽ തൊഴിൽ അന്വേഷകരിലേക്കും യഥാർത്ഥത്തിൽ എത്തുന്നുണ്ടോ, താഴേക്ക് എത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാവർക്കും അങ്ങനെ എഞ്ചിനീയറും ഡോക്ടറും ഒന്നും ആകണ്ട. പലർക്കും ആനിമേഷൻ പഠിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന IT റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ there are plenty of opportunities. ഓസ്ട്രേലിയക്ക് 2 മേഖലകളിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു ഏരിയയിൽ സ്റ്റെമ്മിലാണ് ഉള്ളത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും, അല്ല നമുക്ക് ബാക്കിയുള്ള ഏരിയയിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതുമുണ്ട്. അപ്പോൾ ഇത് ആളുകളിലേക്ക് എത്തി വരുന്നുണ്ട്, ആൾക്കാർക്ക് മനസ്സിലായി വരുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്ന മേഖലയിൽ പണ്ടത്തെ പോലെ നീ ഇത് പഠിച്ചാൽ നീ എന്താണെങ്കിലും നീ എഞ്ചിനീയർ ആകണം, അല്ല നീ എന്താണെങ്കിലും ഡോക്ടർ ആകണം, അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ അല്ല നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ എന്ത് പഠിക്കണമെന്ന് ആലോചിക്കുന്നതിന് മുമ്പേ ഫ്ലൈ വേൾഡ് പോലൊരു മൈഗ്രേഷൻ ലോയേഴ്സിനെ കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും അക്കോർഡിംഗ് ടു ദെയർ ഇൻട്രസ്റ്റ്. എന്ത് പഠിച്ചാൽ ഓസ്ട്രേലിയയിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം താങ്കളൊരു രജിസ്റ്റേർഡ് പ്രാക്ടീഷണറാണ്. മറ്റ് രാജ്യങ്ങളിൽ പോകുന്ന വ്യത്യസ്തമായി ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡും കുറച്ചുകൂടി മൈന്യൂട്ടായിട്ടും കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളാവട്ടെ, ജോലി അന്വേഷകരാകട്ടെ, കുറച്ചുകൂടി
ആഴത്തിൽ റിസർച്ച് ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും റിസർച്ച് ചെയ്യേണ്ടെന്നും അവരുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യണം. ഡെവിൾ ഇസ് ഇൻ ദ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന പോലെ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ കൊള്ളാം, ഞാൻ എലിജിബിൾ ആണ്, എവിടെ നിന്ന് എനിക്ക് നോക്കാൻ പറ്റും. പക്ഷേ ചില പ്രത്യേക കാര്യങ്ങളിൽ നമുക്ക് എല്ലാ അതോറിറ്റീസിൻ്റെയും റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യണം. ഒരു അതോറിറ്റിയുടെ അല്ല, ഈ അതോറിറ്റീസിനൊക്കെ ഡിഫറെൻറ്റ് റിക്വയർമെന്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ മീറ്റ് ചെയ്യുന്നതിന് ആഴത്തിൽ റിസർച്ച് ചെയ്ത് നല്ല ആപ്ലിക്കേഷൻ ഇടാതെ ഇത് സാധ്യമാകില്ല. അപ്പോൾ അതിനവർ ചെയ്യേണ്ട ആദ്യ പടി എന്താണ്? ഒരു കുട്ടിക്ക് ഓസ്ട്രേലിയ എടുക്കാൻ തീരുമാനിക്കുന്നു, PR തന്നെയാണ് ഉദ്ദേശം, അതിനുള്ള കോഴ്സ് ഏതാണ് അന്വേഷിക്കുന്നത്, അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് വെക്കേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഫ്ലൈവേൾ മൈഗ്രേഷനെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ആളിൻ്റെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി ഇതിന് 2 രീതിയിൽ കാണാം. ഒന്ന്, നമുക്ക് ആളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി ആൾ ഓൾറെഡി സ്കിൽഡ് മൈഗ്രേഷൻ എലിജിബിൾ ആണോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഇനി അത് എലിജിബിൾ അല്ലെങ്കിൽ നമുക്ക് ഏത് കോഴ്സ് എടുത്താൽ നമുക്ക് എലിജിബിൾ ആകാം എന്ന് നമുക്ക് നോക്കാനായി പറ്റും. എന്നാൽ ചിലർക്ക് ഈ സ്കിൽഡ് മൈഗ്രേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. അതൊരു 1 ഇയർ എടുക്കും, അല്ലെങ്കിൽ ഒരു 1.5 ഇയേഴ്സ് എടുക്കാം. അപ്പോൾ ഈ ടൈമിൽ ദേ ക്യാൻ കം ടു ഓസ്ട്രേലിയ ടു സ്റ്റഡി. അപ്പോൾ അതെന്ന് വെച്ചത് ഒരു ഡബിൾ തിങ് ആണ്, അഡ്വാൻറ്റേജ് ആണ്. സോ വൺസ് ദേ ആർ ഇൻ ഓസ്ട്രേലിയ അവർക്ക് കുറച്ചുകൂടി എക്സ്പോഷറാണ് കിട്ടുന്നത് കാര്യങ്ങളിലേക്ക്. അപ്പോൾ 2 പ്രോസസ്സും നമുക്ക് ഒരുമിച്ച് ചെയ്യാനായി സാധിക്കും. എന്തെന്നാൽ ഈ 2 പ്രോസസ്സും എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ സ്റ്റുഡൻറ് വിസയിൽ എടുത്ത് വന്നാലും ഈ സ്കിൽഡ് മൈഗ്രേഷനിലൂടെ പെർമനന്റ് റെസിഡൻസി കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 നമുക്ക് ഒരുമിച്ച് ചെയ്താൽ നമുക്ക് സ്കിൽഡ് മൈഗ്രേഷനിലൂടെ പെർമനന്റ് റെസിഡൻസി സ്റ്റുഡൻറ് വിസ ടൈമിൽ കിട്ടിയാൽ ആ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ഫീസ് കൊടുക്കണ്ട. അപ്പോൾ അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. മറ്റു പല രാജ്യങ്ങളിൽ പോകുന്ന കുട്ടികൾ ഒരു പാരഡൈസ് ആണ് എന്ന പ്രതീക്ഷയിൽ പോവുകയും അവിടെ പോയി പറഞ്ഞ പാർട്ട് ടൈം ജോലികൾ കിട്ടാതെ വരികയും ഇനി ഉള്ള പാർട്ട് ടൈം ജോലികൾക്ക് മതിയായ വേതനം കിട്ടാതെ കഷ്ടപ്പെടുകയും ചെയ്യുന്ന വാർത്തകൾ ഈ അടുത്ത കാലത്ത് കുറെ അധികം വരുന്നു. ഓസ്ട്രേലിയയിൽ അതിനുള്ള ആ സ്ട്രഗിളിന്റെ ഒരു പോസിബിലിറ്റി എത്രത്തോളമാണ്? ഏത് ലെവലിലാണ്? കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓഫ്കോഴ്സ് സ്ട്രഗിൾ ഉണ്ടാവും, ഇപ്പൊ ഏത് മേഖലയിൽ സ്ട്രഗിൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് ഏത് ലെവലിലാകും ഓസ്ട്രേലിയ ഉണ്ടാവും? ഓസ്ട്രേലിയയിലുള്ള ഈ ഒരു സ്ട്രഗിൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡും നമുക്ക് എങ്ങനെ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും ഒക്കെ അനുസരിച്ചിരിക്കും. ഓസ്ട്രേലിയയിലേക്ക് വരുന്ന ആൾക്കാരിൽ ഞാൻ ആദ്യം കാണുന്ന ഒരു കാര്യം കൾച്ചറൽ ഷോക്കാണ്. ഓക്കെ, നമ്മുടെ ആ കൾച്ചറൽ ഷോക്കിന്റെ കൂട്ടത്തിൽ ഹോം സിക്നെസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ നമുക്കറിയാമല്ലോ ഇന്ത്യയിൽ ജോലി അനുസരിച്ചാണ് ഡിഗ്നിറ്റി. ഓസ്ട്രേലിയയിൽ അങ്ങനെ ഇല്ല. ഓസ്ട്രേലിയയിൽ അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. യൂണിവേഴ്സിറ്റി ക്ലാസ് കഴിഞ്ഞ് നേരെ ക്ലീനിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് ദേ ആർ ഡൂയിങ് എ ജോബ് ആൻഡ് ദേ ആർ ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ഇറ്റ്. അപ്പം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി വരാനുള്ള ഒരു സമയം ഞാൻ സ്റ്റുഡൻസിൽ കാണുന്നുണ്ട്. ഒരുപക്ഷെ ജോലി അന്വേഷണം ഇപ്പൊ ഇവിടുന്ന് ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് വരാം, കുറച്ചുകൂടി മെച്ചപ്പെട്ട ഓഫർ എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ ആ ജോലി രാജിവെച്ച് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരുപക്ഷെ തത്തുല്യമായ ജോലി അവിടെ കിട്ടണമെന്ന് ഒരു പക്ഷേ ഇല്ല. അവിടെ പക്ഷേ ഇത് ഒരു റെസ്റ്റോറൻറ്റിൽ നിൽക്കേണ്ടി വന്നേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വരണം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വരണം. അപ്പോൾ ആദ്യം വരുന്ന കുട്ടികൾ ചിലപ്പോൾ കമ്മ്യൂണിറ്റി സർവീസിൽ വർക്ക് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് കുറവായിട്ട് കാണാറുണ്ട്. പിന്നീട് അതിൻ്റെ ഒരു ഡിഗ്നിറ്റി മനസ്സിലാക്കി കഴിയുമ്പോൾ ഇറ്റ്സ് എ റിവാർഡിങ് ജോബ്. വയ്യാത്ത ഒരാൾക്ക് തന്നെ എഴുന്നേറ്റ് പോകാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഒരാളുടെ സഹായം ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ സഹായിക്കുക എന്ന് പറഞ്ഞൊരു റിവാർഡിങ് ജോബ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു മനസ്സിലാക്കി വരുമ്പോൾ ആ ഒരു നല്ല രീതിയിലുള്ള പേയ്മെന്റ് കിട്ടുന്നുണ്ട്. നല്ല രീതിയിലുള്ള പേയ്മെന്റും കിട്ടും. അതൊരു സേവനമായിട്ട് എടുക്കാനല്ല, ആ പൊസിഷൻ അതിനൊരു ഡിഗ്നിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടൈം എടുക്കുന്നുണ്ട്. എങ്കിലും ഒരു ഏകദേശം ഒരു പെർ അവർ പേ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ എങ്ങനെയായിരിക്കും താരതമ്യം ചെയ്യുക? നാഷണൽ മിനിമം വേജ് $23 ആണ്. സ്റ്റുഡൻസ് $23 $50 ആണ് $1. അപ്പം അതൊരു ഓൺ ആൻ ആവറേജ്, അത് കൂടി വരാം, പക്ഷെ ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസിന് ഈ റേറ്റ് കിട്ടുന്നില്ല. സ്റ്റുഡൻസിന് കുറച്ചാണ് കിട്ടുന്നത്, ഒരു 15 ഒക്കെയാണ് കിട്ടുന്നത്. പക്ഷെ എന്നാലും 23 ആണ് നാഷണൽ മിനിമം വേജ് ആയിട്ട് ഓസ്ട്രേലിയ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഈ രാജ്യത്ത് മറ്റു രാജ്യത്തേക്ക് പോകുന്നതിനെ കുറിച്ചാണ്. ഇനി എത്ര സ്ട്രഗിൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഓരോ വർഷം കഴിയുന്തോറും ഇത് കൂടുന്നതല്ലാതെ ഒരെണ്ണം പോലും കുറയുന്നില്ല. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇപ്പം നമ്മളേതിപ്പോൾ രാഷ്ട്രീയ കാരണങ്ങൾ പറയാറുണ്ട്, കേരളത്തിലെ മാത്രമല്ല, ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും പഞ്ചാബിലാവട്ടെ, കർണാടകയിലാവട്ടെ, ഗുജറാത്തിലാവട്ടെ, എല്ലാ കുട്ടികൾ പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരുപാട് കുട്ടികൾ പോകുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ള ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ? ഒരിക്കലുമില്ല. ഇന്ത്യയിൽ എപ്പോഴും ഏറ്റവും യൂത്ത് ബ്രെയിൻസ് ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിൽ പോലുള്ള കൺട്രീസിൽ നമുക്ക് ഏജ്ഡ് പോപ്പുലേഷനാണ് കൂടുതൽ. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ബ്രെയിൻ നമുക്ക് ഓസ്ട്രേലിയ പോലുള്ള കൺട്രീസിൽ പോയി അവിടെ ഫ്ലറിഷായി അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് നല്ല രീതിയിൽ നല്ല ബ്രെയിനുള്ള നല്ല കപ്പാസിറ്റി ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഓപ്പർച്യൂണിറ്റി ലിമിറ്റഡ് ആകാതെ, നമ്മൾ ഈ ലോകമേ തറവാട് എന്ന് പറയുന്ന
പോലെ നമ്മൾ അത് നിൽക്കാതെ നമുക്ക് മറ്റുള്ള കൺട്രീസിൽ പോയി അവരുടെ കരിയർ അവർ എൻഹാൻസ് ചെയ്യട്ടെ. അവർക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ പഠിക്കാൻ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലോകത്തിന്റെ എവിടെ നിന്ന് കിട്ടിയാലും അത് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ നമ്മുടെ മാതൃരാജ്യത്തിലേക്ക് അല്ലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുന്നു. എന്നാലും ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾ പോയി പഠിച്ച് മടങ്ങി വരിക എന്ന ഉദ്ദേശമല്ലല്ലോ, PR എന്ന ഉദ്ദേശമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരതാമസമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അവർ വേറെ ദേ ആർ ലിവിങ് എന്നൊരർത്ഥം ഉണ്ടോ അതിന്? നമുക്ക് പെർമനന്റ് റെസിഡൻസി എന്ന് പറയുന്നത് അവർക്ക് ഡെഫിനറ്റ്ലി അവർ പോകുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ നന്നാക്കാനും അതിന് വേണ്ടിയിട്ടും തന്നെയാണ് പോകുന്നത്. പക്ഷെ വൺസ് അവരുടെ ജീവിത സാഹചര്യം നന്നായി അവർ പെർമനന്റ് റെസിഡന്റ് ആയി സിറ്റിസൺ ആയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെയും നമ്മുടെ ഹോം കൺട്രിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ രൂപത്തിലും അല്ലെങ്കിൽ ബിസിനസിന്റെ രൂപത്തിലും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഓസ്ട്രേലിയ അവരുടെ കാർഷിക മേഖലയെ കാര്യമായി ശ്രദ്ധിക്കുന്ന, എനിക്ക് അടുത്ത കാലത്ത് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ ആ മേഖലയിലെ ഒരു പോസിബിലിറ്റി, കോഴ്സ് പരമായി തന്നെ പോസിബിലിറ്റി എന്താണ്, ബിസിനസ് മേഖലയിൽ എന്താണ്, നമുക്ക് സ്വന്തമായി പോയി അവിടെ ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു മേഖല എന്നുള്ള നിലയ്ക്ക് എന്താകും? ഓസ്ട്രേലിയയുടെ വൺ ഓഫ് ദ മെയിൻ എക്കണോമിക് റിസോഴ്സ് ആണ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിനെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഒക്യുപ്പേഷൻസ് ആണ് ഈ അഗ്രികൾച്ചറൽ ഏരിയയിലുള്ളത്. അപ്പം നമുക്ക് അഗ്രികൾച്ചറൽ കൺസൾട്ടന്റ് ആകാം, നമുക്ക് അഗ്രികൾച്ചറൽ സയന്റിസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഫാർമേഴ്സ്. ഒരുപാട് ഫാർമേഴ്സിനാണ് ഓസ്ട്രേലിയയിൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഫാർമേഴ്സ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുണ്ട്. പക്ഷേ ഒരു ഫാർമറിന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ബാച്ചുലർ ലെവൽ ഡിഗ്രി ഇൻ റെലവൻറ്റ് ഫീൽഡ് ഉണ്ടാകണം, +1 ഇയർ ഓഫ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ ഫാമിങ്ങിന്റെ ടെക്നിക്കൽ തിങ്സ് അറിഞ്ഞിരിക്കുന്ന ആൾക്കാരെയാണ് ഓസ്ട്രേലിയയിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മൾ ബിസിനസ് മേഖലയിലാണ് നോക്കുന്നത് ുണ്ടെങ്കിൽ ബിസിനസ് വിസാസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ് ഓസ്ട്രേലിയക്കുള്ളത്. അതിൽ നമുക്ക് പല രീതിയിൽ നമുക്കൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ 2 വർഷം നമ്മൾ ബിസിനസ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് വിസ കാറ്റഗറി സബ് ക്ലാസ് 188A നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം. ഇനി അങ്ങനെയല്ല, നമ്മളൊരു ഓണർ അല്ല, വി ആർ റെഡി ടു ഇൻവെസ്റ്റ് സർട്ടൻ മണി, 2.5 മില്യൺ ആണ് ഫോർ 4 ഇയേഴ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് 188B എന്നുള്ള ഇതിൽ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് നമുക്ക് പെർമനന്റ് റെസിഡൻസി ആകാനും. ഇതിനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 55 ആണ്. അപ്പോൾ നമ്മൾ 45 ആയാലും യു ക്യാൻ അപ്ലൈ ഫോർ ബിസിനസ് വിസയിൽ നമുക്ക് 55 നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ മാഡം ആദ്യം മുതൽ പറഞ്ഞ ഒക്കുപേഷൻ ലിസ്റ്റ്, ഈ ഒക്കുപേഷൻ ലിസ്റ്റ് എവിടെ ഒരു ഉദ്യോഗാർത്ഥിക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് എവിടെ നിന്നാണത് കാണാൻ കഴിയുക? ഇതെവിടെയാണ് വരിക? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒക്യുപ്പേഷൻ ലിസ്റ്റ് കാണാൻ സാധിക്കും. ഇത് വളരെ വലിയൊരു ലിസ്റ്റാണ്. ഈ ലിസ്റ്റ് കറണ്ട് ലിസ്റ്റ് നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് മീഡിയം ആൻഡ് ലോങ് ടേം ഒക്യുപ്പേഷൻസ് ഉള്ളത്. അതെന്ന് പറഞ്ഞാൽ ആ ഒക്യുപ്പേഷൻസ് ആർ ഇൻ വെരി ഹൈ ഡിമാൻഡ്. പിന്നുള്ളത് ഷോർട്ട് ടേം ലിസ്റ്റ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഒക്യുപ്പേഷൻസ് ഡിമാൻഡ് ആണ്, വെരി ഹൈ ഡിമാൻഡ് അല്ല. പിന്നുള്ളത് റീജിയണൽ ഒക്യുപ്പേഷൻ ലിസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ റീജിയണൽ ഒക്യുപ്പേഷൻ ലിസ്റ്റ് റീജിയണൽ ഏരിയാസ് ഓഫ് ഓസ്ട്രേലിയയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒക്യുപ്പേഷൻസ് ഉള്ള ലിസ്റ്റാണ്. അപ്പോൾ ഈ ഒക്യുപ്പേഷൻ ലിസ്റ്റ് വളരെ വാസ്റ്റ് ആണ്. അതിൽ നിന്നൊരു ഒക്യുപ്പേഷൻ കണ്ടെത്തിയാൽ മാത്രം പോരാ, സ്കിൽ അസസ്മെന്റ് പാസ്സാകാനുള്ള റിക്വയർമെന്റ് നമ്മൾ മീറ്റ് ചെയ്യണം. അതുമാത്രം പോരാ, 65 പോയിന്റും വേണം. അങ്ങനെ ഇതെല്ലാം കൂടെ മാച്ച് ചെയ്യുമ്പോഴാണ് എലിജിബിൾ ആകുന്നത്. ഫൈനൽ വേർഡ് എന്നുള്ള നിലയ്ക്ക് ഓസ്ട്രേലിയയിലേക്ക് സ്പെസിഫിക്കായി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയോ ഒരു തൊഴിൽ അന്വേഷകനോ അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ടി വരില്ല എന്ന് പറയുക. അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ടി വരില്ല. എലിജിബിലിറ്റി കൃത്യമായി ചെക്ക് ചെയ്ത് എങ്ങനെയാണ് ഇതിനൊരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുക എന്ന് നോക്കി നല്ലൊരു ആപ്ലിക്കേഷൻ കൊടുത്താൽ അതിനുള്ള ചാൻസസ് വളരെയധികമാണ്. താങ്ക് യു താര. താങ്ക് യു. അപ്പോൾ ഓസ്ട്രേലിയ എന്ന വിശാലമായ രാജ്യത്തെ ഒരുപാട് തൊഴിൽ സാധ്യതകളെ പറ്റി സംസാരിക്കുകയായിരുന്നു അവിടുത്തെ ഇമിഗ്രേഷൻ ലോയർ ശ്രീമതി താര എസ് നമ്പൂതിരി. ഒരുപാട് പേർക്ക് അത് പ്രയോജനപ്പെടും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.